അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് അടുത്ത ടോപ്പിക്കാണ് പ്രധാന വ്യവസായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കുന്നത്. സിലബസ് കാണാം, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രാഥമിക അറിവ് എന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഭാഗത്തിലേക്ക് പോവാം. അതിനുമ്പ് ശ്രദ്ധിക്കുക, കമ്പനി ബോർഡ്, LGS, വെബ്കോ, LDC എന്നിവയുടെ പെയ്ഡ് PDF നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ 9496822117 എന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. PDF നോട്ട്സ് ഉണ്ട്, CA നോട്ട്, കറണ്ട് അഫയേഴ്സ് നോട്ട് ഉണ്ട്, അതുപോലെ തന്നെ എക്സാം ഉണ്ട്. 70+ എക്സാമുകൾ ഉണ്ടാവും. എക്സാം നിങ്ങൾക്ക് ഈ എക്സാമിന് മുമ്പേ തന്നെ 70 എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തുണിത്തരങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് തുണിത്തരങ്ങളാണ്. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജംഷെഡ്ജി ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ്. പലതവണ PSC ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ജംഷഡ്പൂരാണ്. വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഥവാ BIS. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിലവിൽ വന്ന വർഷം 1987 ഏപ്രിൽ 1. ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ BIFR സ്ഥാപിതമായ വർഷം 1987. അതുകൊണ്ട് ഓർത്തു വയ്ക്കുക, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ BIFR നിലവിൽ വന്ന വർഷം 1987. ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരെന്ന് വെച്ചാൽ ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദ് ഗുജറാത്താണെന്ന് ഓർത്തിക്കുക. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കാൻപൂർ ഉത്തർപ്രദേശ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂരാണ്, തമിഴ്നാടാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കണ്ണൂർ. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ഒസാക്കയാണ്. ഒസാക്ക എവിടെയാണെന്ന് വെച്ചാൽ ജപ്പാനാണ്. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ ആണെന്ന് ഓർത്തിക്കുക. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്ത സിന്ധു നദീതട നിവാസികളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം എന്നറിയപ്പെടുന്നത് പരുത്തിത്തുണി വ്യവസായമാണ്. എന്നാൽ പരുത്തിയുടെ ജന്മദേശം എവിടെയെന്ന് വെച്ചാൽ ഇന്ത്യയാണെന്ന് ഓർത്തിക്കുക. ഓക്കെ, പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണെന്ന് ഓർത്തിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് ചോദിക്കും സാധ്യതകളാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ, തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ കണ്ണൂർ, കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ഒസാക്ക ജപ്പാൻ. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മുംബൈയാണ്. അടുത്ത യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ്. പരുത്തിയുടെ ശാസ്ത്രീയ നാമം ഗോസ്പിയം ഹിർട്ടുസം. ഓക്കെ, ഗോസ്പിയം ഹിർട്ടുസം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് പരുത്തി ഉത്പാദന 2ാം സ്ഥാനം നിൽക്കുന്നത് ചൈനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന മുംബൈ തുറമുഖമാണ്. കേരളത്തിൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന ഏക ജില്ല ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ്. തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ടത് കോലം എന്ന സ്ഥലത്താണ് 1884. ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം മാഞ്ചസ്റ്റർ ആണ്. അത് ഇംഗ്ലണ്ടിലാണെന്ന് ഓർത്തുവയ്ക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് 1818. ഇന്ത്യയിൽ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയെന്ന് വെച്ചാൽ ഫോർട്ട് ഗ്ലോസ്റ്റർ കൊൽക്കത്തയാണെന്ന് ഓർത്തുവയ്ക്കാം. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് മുംബൈയിലാണ് 1854. ഇന്ത്യയിലെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന പാനിപ്പട്ടാണ് ഹരിയാനയാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്ന അഹമ്മദാബാദ് ഗുജറാത്താണ്. ലോകത്തിലെ പഞ്ചസാര ഉൽപാദനത്തിൽ 8% ഇന്ത്യയുടെ സംഭാവന എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ കാലികമായ കാലത്തിനനുസരിച്ച് ലഭ്യമാകുന്നതിനാൽ പഞ്ചസാര വ്യവസായം ഒരു കാലിക വ്യവസായമാണെന്ന് ഓർത്തിരിക്കുക. അതായത് കാലാവസ്ഥ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ കരിമ്പ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാലിക വ്യവസായം എന്ന് പറയാൻ കാരണം. ബീഹാറിൽ 1903 ഒരു പഞ്ചസാര മില്ല് ആരംഭിച്ചതോടെയാണ് ഈ വ്യവസായത്തിന്റെ ആധുനിക വികസനം തുടങ്ങിയത്. ഇപ്പോൾ ബീഹാറിൽ 1903 ഇന്ത്യയിൽ പഞ്ചസാര മില്ല് ആരംഭിക്കുന്നത്. ഓർത്ത് വയ്ക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ ബ്രസീലാണ്. ലോകത്തിലെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബയാണ്. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ ഏതൊക്കെ വെച്ചാൽ നാസിക്കാണ്, സാംഗ്ലി, കൊഹ്ലാപൂറാണ്. ഇപ്പൊ നിങ്ങൾ മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വണ്ടികളിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കരിമ്പ് നിറച്ചു കൊണ്ടുപോകുന്നത് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രാക്ടറിന്റെ പുറകിൽ വലിയൊരു ഇതൊക്കെ വെച്ചിട്ട്
പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക, മഹാരാഷ്ട്രയുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. എന്നാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം, മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അതുപോലെ എന്നാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് വെച്ചാൽ ലക്നോ UP ആണെന്ന് ഓർത്തേക്കാം. അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ സ്ഥിതി ചെയ്യുന്ന കാൻപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായ കേന്ദ്രം ബേട്ടിയ ബീഹാറിലാണ്. 1840 ആണെന്ന് ഓർത്തിക്കാം. ഇന്ത്യയിലെ വ്യവസായ മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായമാണ് പഞ്ചസാര വ്യവസായം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന ചണമാണെന്ന് ഓർത്തിക്കുക. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ചണം കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം ചോദിച്ചാൽ കൊൽക്കത്തയാണ്. അപ്പൊ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാൾ, അവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് ഏത് തുറമുഖത്തിൽ നിന്നാണ്? കൊൽക്കത്ത തുറമുഖത്താണെന്ന് ഓർത്തിക്കുക. ചണം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ദക്ഷിണേന്ത്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ചണം മില്ല് സ്ഥാപിതമായത് റിഷ്ട്രയാണ്. 1855. പലതവണ PSC ചോദിച്ച ചോദ്യമാണ് റിഷ്ട്ര. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1971. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. പട്ടുനൂൽ വ്യവസായത്തിന് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. പട്ടുനൂൽ വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പട്ടുനൂൽ ഉത്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ കർണാടക. അസമിൽ മാത്രം ഉത്പാദിപ്പിക്കുന്ന പ്രത്യേക തരം സിൽക്ക് ഉണ്ട്, അതാണ് മുഗാ സിൽക്ക്. എന്താണ് മുഗാ സിൽക്ക്? ഓർത്ത് വയ്ക്കാൻ ഒരു റാങ്ക് ചോദ്യമായിരിക്കും. അസമിൽ മാത്രം ഉത്പാദിപ്പിക്കുന്ന പ്രത്യേക തരം സിൽക്കാണ് മുഗാ സിൽക്ക്. സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല എന്നറിയപ്പെടുന്നത് ദിഗ്ബോയ്, അതെവിടെയെന്ന് വെച്ചാൽ ആസാം. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ബറൌണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന ബീഹാറാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്താണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഇന്ത്യയാണ്. ചോദിച്ച ചോദ്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. പ്രീവിയസ് ചോദ്യമാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ക്ഷീര ഉൽപാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്ന ആനന്ദ്, ഗുജറാത്ത്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കർണാൽ, ഹരിയാന. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശമാണ് പോർട്ടോനോവ, തമിഴ്നാടാണ്. 1830. ഇന്ത്യയിൽ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് കുൾട്ടി, അതെവിടെയെന്ന് വെച്ചാൽ പശ്ചിമ ബംഗാളാണ്. 1870. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ജംഷഡ്പൂർ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. 1907. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഓർത്തുവെച്ച് പഠിക്കാം. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ ആണ്, ജാർഖണ്ഡ് ആണെന്ന് ഓർത്തിക്കാം. ടിസ്കോയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഭിലായി ആണ്. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ സെയിൽ. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് 1923 സ്ഥാപിതമാകുന്നത്. ഓർത്തുവയ്ക്ക് പഠിക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. കൃത്യമായിട്ട് ഓർത്തുവെച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഭദ്രാവതി, കർണാടകയാണ്. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ബാക്കി നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതാണ്. അതായത് ഏതൊക്കെ രാജ്യങ്ങളുടെ സഹായം എന്നൊക്കെ ഉണ്ട്, കുറച്ച് വിവരങ്ങൾ അത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.